ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഡയറീസ്. നമ്മളിന്നുള്ളത് തൃക്കാക്കരയിലാണ്. ഓണത്തിൻ്റെ സ്വന്തം നാടായ തൃക്കാക്കരയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഓണത്തെ റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഏറ്റവും അധികം അറിയുന്നത് തൃക്കാക്കര ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ഇതൊരു ഭക്തി വീഡിയോ അല്ല എങ്കിലും അറിയാത്ത മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ തനതായ ഉത്സവമാണ്. അതിന് പ്രത്യേകിച്ച് ജാതിയോ മതങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഓണത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ് അതിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. നമ്മുടെ അത്തത്തിൻ്റെ അന്ന് കൊടിയേറി തിരുവോണത്തിൻ്റെ അന്ന് തീരുന്ന 10 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ അമ്പലത്തിൽ ഓണത്തിനനുബന്ധിച്ചുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പോയിരിക്കുന്നത് ഒരു ഉച്ചനേരത്താണ്. നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകളില്ലാത്തത്. പക്ഷെ വൈകിട്ട് അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ അന്ന് ആ സമയങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാല് കുത്താൻ പോലും സ്ഥലമാണ്. ഇതാണ് നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന മണ്ഡപം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നീട് ഇപ്പുറത്തെ വശത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉത്സവത്തിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്ന ഒരു ഇൻഡോർ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഇപ്പോൾ ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ 10 ദിവസം ഒരുപാട് വിധത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറുന്ന വേദി കൂടിയാണ്. അപ്പോൾ ഈ ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓണത്തിൻ്റെ നൊസ്റ്റാൾജിയസ് എല്ലാം തരുന്നൊരു ക്ഷേത്രം കൂടിയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിവിടെ സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്കും 10 ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്, അവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ. അപ്പോൾ ഈ അമ്പലത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. എന്നിരുന്നാൽ പോലും നാട്ടുകാരെ വളരെയധികം അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നടത്തുന്നൊരു ഉത്സവവും കൂടിയാണ്. വളരെയധികം ജനങ്ങൾ എത്തിച്ചേരുന്നൊരു ക്ഷേത്രമാണ്. നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലമില്ല. 10 ദിവസവും വളരെയധികം തിരക്കുകളും കാര്യങ്ങളെല്ലാം ആണ് ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഏറ്റവും അധികം ആളുകൾ തിരുവോണം സദ്യ കഴിക്കാൻ എത്തുന്ന ഒരു ക്ഷേത്രം. 3000-4000 പേരോളം ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ഒരു സ്ഥലം തൃക്കാക്കര, അതായത് ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ സ്ഥലമാണ് തൃക്കാക്കര. അപ്പോൾ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ഒരു ഓർമ്മ ഉള്ളൊരു സ്ഥലത്ത് അതിൻ്റേതായൊരു പീഠമുണ്ട്. അതിൻ്റെ ഒരു പീഠത്തിൽ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലം തൃക്കാക്കരയുണ്ട്. മറ്റു വേറെ ക്ഷേത്രങ്ങളിലൊന്നും നമുക്കിപ്പോൾ കാണാൻ കിട്ടുന്നതല്ല, അങ്ങനെ ഒന്നും കാണാനില്ല. കാരണം ഇത് തൃക്കാക്കരയുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇപ്പോൾ നമ്മളിങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്കിപ്പോൾ കാണാം വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയിരിക്കുന്ന ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ഇതാണ് കാണുന്ന മണ്ഡപം. ഇവിടെയാണ് നമ്മൾ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്ന ഒരു വിശ്വാസത്തിൽ വിളക്ക് വെച്ച് ആരാധിക്കുന്ന മഹാബലി ആസ്ഥാനം. ഈ തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാദേവ ക്ഷേത്രം കൂടിയുണ്ട്. വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു മഹാക്ഷേത്ര ഉത്സവ കമ്മിറ്റിയും കാര്യങ്ങളെല്ലാം കൂടി ചേർത്താണ് ഈ ഉത്സവം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ മഹാദേവ ക്ഷേത്രത്തിലാണെങ്കിലും വാമനമൂർത്തി ക്ഷേത്രത്തിലാണെങ്കിലും വളരെയധികം ഭക്തജനങ്ങൾ എത്തുന്നൊരു ക്ഷേത്രമാണ്. ഏറ്റവും അധികം ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളും പൊതുജനത്തിൻ്റെയും
ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റിയുടെയും പിന്നെ സർക്കാരിൽ നിന്നെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നൊരു ക്ഷേത്രമാണ് തൃക്കാക്കര. ഈ കാണുന്നതാണ് തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ ചുറ്റമ്പലങ്ങളിലായിട്ട് മറ്റു ഉപദേവദേവന്മാരെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വളരെ സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാമാണ് ഉപദേവത ക്ഷേത്രങ്ങൾ സംബന്ധിച്ച ക്ഷേത്രങ്ങളെല്ലാം. ഇതിൻ്റെ തൊട്ടു പുറകിലായിട്ടൊരു തിരുവോണം ഓഡിറ്റോറിയം ഉണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് എല്ലാവിധ സദ്യകളും കാര്യങ്ങളും പരിപാടികളെല്ലാം നടക്കുന്നത് ആ തിരുവോണം ഓഡിറ്റോറിയത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓണത്തിന് എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ തിരുവോണ മഹോത്സവത്തിൻ്റെ പരിപാടി ഡീറ്റെയിൽസെല്ലാം എല്ലാ ബോർഡ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള തീർത്ഥക്കുളമാണ്. ഇതിൻ്റെ പുറത്തൊരു തീർത്ഥക്കുളമുണ്ട്. അവിടെയാണ് ആറാട്ട് ഉത്സവത്തിൻ്റെ ആറാട്ടും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മഴ കാരണം അതിൻ്റെ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ക്ഷേത്രത്തിനകത്തുള്ള തീർത്ഥക്കുളം. പുറത്ത് ഒരുപാട് ചെറിയ ചെറിയ കടകളും ഉത്സവം പ്രമാണിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. വൈകിട്ടായി കഴിഞ്ഞാൽ ഇതിൽ ആളുകളെ നിറഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയധികം ജനങ്ങളെത്തുന്നതാണ്. മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജനങ്ങളെല്ലാം എത്തുന്നുണ്ട്. വളരെ സുന്ദരമായിട്ടുണ്ട്. രാത്രി ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം നല്ല ഭംഗിയാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്ന് സമയം കിട്ടിയപ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പോയി സമയം കിട്ടിയതിനനുസരിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് ഓഡിറ്റോറിയം. ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ തിരുവോണ സദ്യയ്ക്കും ഉത്രാട സദ്യയ്ക്കായിട്ട് എത്തുന്നത്. ഈ സദ്യയ്ക്ക് വരുന്ന ആളുടെ ക്യൂ വളരെയധികം മെയിൻ റോഡും ബ്ലോക്ക് ചെയ്ത് തന്നെ വളരെയധികം ഉണ്ടാവാറുണ്ട്. എല്ലാവരും ഓണത്തിന് തൃക്കാക്കരയിലെത്തുക. വളരെ നല്ല ഭംഗിയായിട്ട് ഓണം ആസ്വദിക്കുക. ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഇട്ട് നോക്കിയതാണ്. ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പറയുക. നമുക്കെല്ലാം ശരിയാക്കി മുൻപോട്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.